നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ലോകം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇത് കടലില്, ആഴക്കടലിലൊക്കെ നന്നായി വളരുന്ന ഒരു തരം പായലാണ്. ആ പായല് ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷ്യയോഗ്യമായ, ഏറ്റവും നല്ല പ്രോട്ടീൻ റിച്ച് ആയ, അതേപോലെ തന്നെ നമ്മളെ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള, ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും കുത്തി നിറച്ചിട്ടുള്ള ഒരു സസ്യത്തിനെ പറ്റി, അല്ലെങ്കിൽ ഒരു പായലിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ആ പായല് നമുക്ക് നമ്മുടെ കമ്പനി ചെറിയ ഗ്രാന്യൂൾ രൂപത്തിലാക്കി അതിനെ നമുക്ക് ഒരു അതിനെ എല്ലാം കൂടെ നിറച്ച് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി നമുക്ക് കമ്പനി നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ പല ന്യൂട്രീഷൻസിലൊക്കെ പറയുമെങ്കിലും നമുക്ക് ന്യൂട്രി ലൈഫിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ഇനി സംസാരിക്കാനുണ്ട്. പക്ഷെ ഇതിനെ ഒരു ന്യൂട്രീഷണൽ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കയ്യിലുള്ള ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിലുള്ള നമ്മുടെ സ്പൈറുലിന ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം നമ്മുടെ ശരീരത്തിന്, ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു പോഷകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് സ്റ്റാർച്ച് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ജന്തുജാലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രോട്ടീനാണ്. ഇതില് നമ്മളെ സംബന്ധിച്ചോളം 60-70% പ്രോട്ടീൻ എൻറിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. പല ഭക്ഷണത്തിലും പ്രോട്ടീന്റെ അളവ് അത്ര ഉണ്ടാകാറില്ല. ഏത് പ്രോട്ടീൻ റിച്ച് ഫുഡ് ആയി കഴിഞ്ഞാലും ഇത്രയും അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് അപൂർവമാണ്. അപ്പൊ ഇതിനകത്ത് 60-70% മേലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ശരീരത്തിൽ പ്രോട്ടീന്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറയും, കട്ട, സിമെന്റ് കട്ട, ഇങ്ങനെയൊക്കെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ടാണ് പറയുക. അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടി ഉയരണമെങ്കിൽ അതിന് വേണ്ടത് അതിന്റെ ബ്ലോക്കുകൾ എന്ന് പറയും, സെല്ലുകൾ. ആ ബിൽഡിങ്ങിന്റെ സെല്ലുകളാണ് യഥാർത്ഥത്തിൽ ബിൽഡിങ്ങിന്റെ കട്ട എന്നൊക്കെ പറയുന്നത്. അതേപോലെ മനുഷ്യന്റെ ശരീരത്തിനെ നിർമ്മിക്കാൻ ഏറ്റവും അനിവാര്യമായത് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം മുഴുവൻ. പ്രോട്ടീന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം അതിനനുസരിച്ച് ശോഷിക്കും എന്ന് വേണം വിശേഷിപ്പിക്കാം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കലകളെയും നിർമ്മിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. പ്രോട്ടീൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീന്റെ അടിസ്ഥാന ഘടകം അതിനുണ്ടാവുമല്ലോ, അതിന്റെ ചെറിയ ഘടകങ്ങൾ, അതിന് അമിനോ ആസിഡുകളാണ് നമ്മളെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ എൻറിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്ന സമയത്ത് ശരീരത്തിന്റെ കലകളുടെ നിർമ്മാണത്തിന് ഇത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ ഈ ശരീരത്തിന് പ്രോട്ടീൻ മാത്രം മതിയോ, അല്ലെങ്കിൽ ശരീരത്തിൽ ഈ കലകൾ എന്താ പറയുക, ഈ ബ്ലോക്കുകൾ മാത്രം ഉണ്ടായാൽ മതിയോ, ശരീരം മാത്രം മതിയോ? ആ ശരീരം നന്നായി പ്രവർത്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാകണ്ടേ, നന്നായി നിലനിൽക്കണ്ടേ? അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ പല സമയത്തും പറയാറുണ്ട്, വൈറ്റമിൻസിന്റെ കുറവാണ്, അല്ലെങ്കിൽ ധാതുക്കളുടെ കുറവാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല വൈറ്റമിൻസും, പ്രത്യേകിച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സുകളെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പറയാറുള്ളത്. വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കാൻ സഹായിക്കുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിനല്ല പറയുന്നത്, ശരീരത്തിന്റെ എല്ലാ കോശങ്ങളെയും എല്ലാ കലകളുടെയും പ്രവർത്തനം കൃത്യമായി നടക്കണമെങ്കിൽ അതിന് വേണ്ടുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സുകളാണ്. എസ്പെഷ്യലി വൈറ്റമിൻ B1, B2, B3 എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട വൈറ്റമിൻസ്. അപ്പോ അതില് നമ്മൾ ഒന്നാമത്തെ വൈറ്റമിൻ B1 എന്ന് പറയുന്ന സമയത്ത് അതിന് നമ്മൾ തയാമിൻ എന്നാണ് പറയുക, തയാമിൻ. ഈ വൈറ്റമിൻ B1 ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് നമ്മളെ ശരീരത്തിൽ വൈറ്റമിൻ B1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം ശരീരത്തിൽ ദഹിച്ച് ഊർജമായി മാറും എന്ന് നമ്മൾ പറയാറുണ്ട്. ദഹിച്ചു കഴിഞ്ഞാൽ ഊർജമായി മാറും എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ദഹനത്തിന്റെ ഭാഗമായി ഊർജമായി മാറണമെങ്കിൽ ആ ഊർജമായി മാറ്റാൻ ഉപയോഗിക്കുന്ന വൈറ്റമിനാണ് യഥാർത്ഥത്തിൽ വൈറ്റമിൻ B1. അപ്പൊ വൈറ്റമിൻ B1ന്റെ അഭാവം ഉണ്ടായി കഴിക്കുന്ന ഭക്ഷണത്തിനെ ശരീരത്തിന് ഊർജമാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി കുറയും. അപ്പോൾ ഊർജ്ജം ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് വൈറ്റമിൻ B1 എന്ന് പറയുന്ന ഒരു ഘടകത്തിന്റെ, അല്ലെങ്കിൽ ഒരു
ന്യൂട്രീഷന്റെ ആവശ്യം നമ്മുടെ ശരീരത്തിലുള്ളത്. അതുകൂടാതെ ഇത് നമ്മളെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തിന് അതിനൊരു പ്രേരണ നൽകി, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റുകളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അതില് സിഗ്നലുകളായി അതിനെ പരിവർത്തനം ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് നിനക്ക് അവിടെ ഒരു നുള്ളു കിട്ടിയിട്ടുണ്ട്, വേദനയാകുന്നുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്നത് ഈ ഇലക്ട്രോലൈറ്റുകളാണ്, അല്ലെങ്കിൽ ആ സംവേദനക്ഷമത എന്ന് പറയും. അതിനെ ഉദ്ദീപിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ ഈ പറയുന്ന വൈറ്റമിൻ B1 ആവശ്യമാണ്. അപ്പൊ ഇതിനകത്ത് ഇഷ്ടം പോലെ വൈറ്റമിൻ B1 ഉണ്ട്. അതുകൂടാതെ വൈറ്റമിൻ B2, റൈബോഫ്ലാവിൻ എന്ന് പറയും, ഊർജ്ജ ഉൽപാദനം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിലെ കൊഴുപ്പ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇത് ഒക്കെ ശരീരത്തിന് ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഊർജമാക്കി മാറ്റാൻ ഈ പറയുന്ന റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ B2 നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു ഘടകം. പിന്നെ ഇതിനെ മറ്റൊരു അർത്ഥത്തിൽ പറയാറുണ്ട്, ഇതൊരു ബ്യൂട്ടി വിറ്റാമിൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ സൗന്ദര്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ എന്നുള്ള രീതിയിലാണ് അതിന് പറയുന്നത്. അത് നമ്മളെ എന്തൊക്കെയാണ് നമ്മളെ ബ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്ത് എന്റെ മുടി ഉള്ളത് കൊണ്ട് ചിലപ്പം കാണാനുള്ള ആ രൂപം, മുടി ഇല്ലെങ്കിൽ അതല്ല. അപ്പൊ നമ്മളെ സൗന്ദര്യത്തിനെ ബാധിക്കുന്ന ഒന്നാണ് ഹെയർ, മുടി. സ്കിന്ന് നല്ല പെർഫെക്ഷൻ ഇല്ലെങ്കിൽ സൗന്ദര്യത്തെ ബാധിക്കും. അപ്പൊ സ്കിന്നിന്റെ പ്രവർത്തനത്തിനെ ക്ലിയർ ആക്കാൻ, സ്കിന്നൊക്കെ നന്നായി തിളങ്ങാൻ, ചർമ്മമൊക്കെ നല്ല തിളക്കമുള്ള ചർമ്മമൊക്കെ കിട്ടാൻ ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും അറിയാം, നമ്മുടെ സ്ത്രീകളൊക്കെ എസ്പെഷ്യലി ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് നഖം. നഖം തന്നെ നല്ല നഖമുള്ള, നല്ല ക്ലീൻ ആയിട്ടുള്ള നഖമുള്ള ആളുകളുണ്ട്. നെയിൽ പോളിഷ് ഒന്നും ഇടണ്ട, അല്ലാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള നഖമുള്ള ആളുകൾ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും ചില ആളുടെ നഖമൊന്നും ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ നഖവും നമ്മൾ സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നഖം, മുടി, സ്കിന്ന് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിൽ അറിയുന്ന, നമുക്ക് പ്രതിരോധ ശേഷി വേണമെങ്കിൽ എന്താ വേണ്ടത്, അല്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഊർജ്ജം എത്തിക്കണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ പറയും രക്തക്കുറവ് എന്നൊക്കെ പറയാറുണ്ട്. രക്തക്കുറവ് എന്ന് പറയുന്ന സമയത്ത് ഏത് രക്തത്തിന്റെ കുറവാണ് അവിടെ ഉള്ളത്? ഹീമോഗ്ലോബിൻ, ചുവന്ന രക്താണുക്കൾ. ഈ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും അവരുടെ നിലനിൽപ്പിനും ഒക്കെ ശരീരത്തിൽ അയേണിനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറയും അയേണിന്റെ കുറവാണ്, അല്ലെങ്കിൽ ഇരുമ്പ് സത്തിന്റെ കുറവാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, രക്തക്കുറവ് ഉണ്ടാക്കുന്നതെന്ന് പറയും. ഈ ഇരുമ്പിനെ ശരീരത്തിൽ ആഗിരണം ചെയ്യാനും ഉപയോഗിക്കാനും ഈ പറയുന്ന, അല്ലെങ്കിൽ അയേണിനെ നമുക്ക് രക്തത്തിൽ എന്താക്കാൻ, ഉപയോഗപ്രദമാക്കാൻ, ശരീരത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ, നന്നായി സംക്രമണം നടത്താൻ ഇതിനൊക്കെ ഈ പറഞ്ഞ റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ B2 ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പറയും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കാൻ ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ പറയാറുണ്ട്. ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്നതും ഈ പറയുന്ന റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ B2 ആണ്. അപ്പോ നമുക്ക് B2 അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് എന്താ പറയാ, നല്ല രീതിയിൽ കുത്തി നിറച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന എന്ന് പറയുന്ന പായൽ. അപ്പൊ തീർച്ചയായും നമുക്ക് സ്പൈറുലിന ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ, എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനെയൊക്കെ ശരീരത്തിന് ഉപയോഗപ്പെടുത്താനും, അത് ഉപയോഗിക്കുന്നതനുസരിച്ച് ശരീരത്തിന്റെ ഓരോ കോശങ്ങളും പെർഫെക്റ്റ് ആയി പ്രവർത്തിക്കുന്നത് ഉറപ്പുവരുത്താനൊക്കെ വൈറ്റമിൻ B കോംപ്ലക്സുകൾ ആവശ്യമാണ്. അതാണ് വൈറ്റമിൻ B2യുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തി, വൈറ്റമിൻ A നമ്മൾ പറയാറുണ്ട്. വൈറ്റമിൻ എയോടൊപ്പം തന്നെ വൈറ്റമിൻ B2 നന്നായി നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. തിമിരം പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വൈറ്റമിൻ B2 ആവശ്യമാണ്. കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഇതാണത് വൈറ്റമിൻ B2 എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചോളം കണ്ണിനും നഖത്തിനും മുടിക്കും അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒക്കെ തന്നെ നമുക്കിത് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോഷകമാണ് വൈറ്റമിൻ B2. അപ്പോ ഈ പറയുന്ന വൈറ്റമിൻ B1ഉം B2ഉം B3 ഒക്കെ ഇതിനകത്ത് നന്നായി ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഈ പറയുന്ന പായലില്. ഇത് പൊതുവെ ഞാൻ പറഞ്ഞ ആഴക്കടലിലും ശുദ്ധജല തടാകങ്ങളിലും ഒക്കെ വളരുന്നതാണെന്ന് പറഞ്ഞിട്ടല്ലോ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ഒരു ജീവി ഏതെന്ന് വെച്ചാൽ കടലാമയാണ്. കടലാമയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം
പലതരം പായലുകളാണെങ്കിലും അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? സ്പൈറലിനാണ്. സ്പൈറലിന് ഇഷ്ടംപോലെ കഴിക്കാൻ കിട്ടുന്നതായിരിക്കാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കാൻ കടലാമയ്ക്ക് പ്രചോദനമാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, സ്പൈറലിന ഗോൾഡ്. പക്ഷെ സ്പൈറലിന ഗോൾഡ് എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഗോൾഡ് എന്നുള്ള പേര് വന്ന് ഞാൻ പറയാം, വഴിയെ പറയാം. അല്ലെങ്കിൽ സ്പൈറലിന പോരെ? സ്പൈറലിന ഏറ്റവും റിച്ചസ്റ്റ് ഫുഡാണ്. എത്ര നല്ലതായാലും പ്രകൃതിയിൽ ദൈവം നമ്മൾ സൃഷ്ടിച്ച എല്ലാത്തിനെയും നോക്കിയാൽ മതി, പൂർണ്ണമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ആ പൂർണ്ണതയെ എത്തിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അവസാനം പറയാൻ പോകുന്നത്. അതിനകത്ത് DHA ആഡ് ചെയ്തിട്ടുണ്ട്, സിട്രസ് ബയോഫ്ലവനോയിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം അതിനകത്ത് വൈറ്റമിൻ സിയുടെ അളവ് കുറച്ച് കുറവാണ്. അപ്പോൾ വൈറ്റമിൻ സിയുടെ അളവ് കുറവുള്ളതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, സിട്രസ് ബയോഫ്ലവനോയിഡും അതുപോലെ DHA ഒക്കെ ആഡ് ചെയ്തതിന്റെ കാര്യം. DHA ഓൾറെഡി ഇതിനകത്തുണ്ട് എങ്കിലും കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് നമുക്ക് ഏറ്റവും നല്ല സൂപ്പർ ഫുഡാണെന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇനി മറ്റൊരു കണ്ടന്റ് ആണ് വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ എന്ന് പറയും. ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്ടുകളും, നമുക്ക് ഒരുപാട് കോശങ്ങളുണ്ട്, ഒരുപാട് അവയവങ്ങളുണ്ട്, എല്ലാ അവയവങ്ങളുടെയും നല്ല നല്ല പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്, സന്ധിവാതത്തെ കുറക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലച്ചോറിന്റെ പ്രവർത്തനം നന്നായി നടത്താൻ, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് തന്നെ പറയാം, ഊർജ്ജ പ്രവാഹത്തെ തലച്ചോറിലേക്കും പോകുന്ന അല്ലെങ്കിൽ നാഡീഞരമ്പുകളിൽ കൂടെ തന്നെ ഊർജ്ജ പ്രവാഹമാണ് നടക്കുന്നത്. നമ്മൾ നാഡീഞരമ്പുകൾ മാത്രം നമ്മൾ ചിന്തിച്ചു നോക്ക്, എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യില്ല, നാഡീഞരമ്പ് അവിടെ തന്നെ ഉണ്ടാവും. അത് മനസ്സിലാണ് നമ്മൾ മുമ്പ് കൂടെ, നമ്മളെ വീട്ടിന് മുമ്പ് കൂടെ ഒക്കെ പോകുന്നുണ്ട് ഇലക്ട്രിക് ലൈൻ നോക്കിയാൽ മതി. ആ ലൈൻ എല്ലാ ദിവസവും അതേപോലെ കാണാം. എന്തെങ്കിലും കാണാനുണ്ടാവുമോ? ഒന്നും കാണാനുണ്ടാവില്ല. എപ്പോഴാ അറിയാ? അതിലെ കൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, അപ്പൊ അറിയാം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന്. അതേപോലെ നാഡീഞരമ്പുകളിൽ കൂടെ നടക്കുന്ന വൈദ്യുത പ്രവാഹമാണ് മനുഷ്യന്റെ ശരീരത്തെ നിലനിർത്തുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. ഈ പറയുന്ന സംവേദനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനം ഏത് സമയത്ത് എത്ര രീതിയിൽ എങ്ങനെ നടത്തണമെന്ന് തലച്ചോറിനെ തീരുമാനം എടുക്കാൻ സഹായിക്കുന്നത്. അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു തരം വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ എന്ന് പറയുന്ന ഘടകം. അപ്പോ വൈറ്റമിൻ B കോംപ്ലക്സുകൾ ഇതിനകത്തുണ്ട്. അതുകൂടാതെ നമുക്കിതിനകത്ത് മിനറൽസ് ഉണ്ട്. മിനറൽസ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്കറിയാം. നമുക്കറിയുന്ന എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു മിനറലാണ് സോഡിയം ക്ലോറൈഡ്, ഇല്ലേ? അപ്പോ ഇതിനകത്ത് അയേൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറെ മിനറൽസ് ഇതിനകത്തുണ്ട്. എന്തിനാണ് അയേണിന്റെ ധർമ്മം? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയും രക്തക്കുറവിന്റെ പ്രധാനപ്പെട്ട കാരണം അയേൺ ആണ്, അല്ലെങ്കിൽ ഇരുമ്പ് സത്തിന്റെ കുറവാണ് എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞതാ ചുവന്ന രക്താണുക്കൾ. ഇവരുടെ ധർമ്മം എന്താണ്? ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ആ കോശങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഗ്യാസിനെ സപ്ലൈ ചെയ്യല. എന്താണ് ഗ്യാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ. നമ്മൾ ചില സംഗതിയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, വീട്ടിൽ അടുപ്പ് പോവുകയാണെങ്കിൽ, ഇവിടെ നടക്കുന്ന വാതകമാണെങ്കിൽ, നമ്മുടെ അടുപ്പ് പോവുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്സിജനാണ്. അപ്പോ ഓക്സിജനെ എല്ലാ കോശങ്ങളിലേക്കും വഹിച്ചു കൊണ്ടുപോകൽ അതിന് സഹായിക്കുന്ന ഹീമോഗ്ലോബിനാണ്, ചുവന്ന രക്താണുക്കളാണ്. ആ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും അതിന് നന്നായി പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എന്ത് സഹായിക്കും? അയൺ സഹായിക്കും. അപ്പോ അത് കൂടാതെ ഇത് നമുക്ക് ചെയ്യുന്ന മറ്റു ഗുണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അനീമിയ പോലത്തെ അസുഖങ്ങൾ. അനീമിയ എന്ന് പറയുന്നത് പലതരത്തിലുണ്ടാകാം. അനീമിക് ആയിട്ടുള്ള സെല്ലുകൾ അത് ചിലപ്പോ സാധാരണ ഷേപ്പിൽ നിന്നൊക്കെ മാറി അതിന്റെ ഷേപ്പ് തന്നെ വികലമായി കഴിഞ്ഞാൽ, വികലാംഗനായിട്ടുള്ള എന്താ പറയാ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, രക്തകോശങ്ങളാണ് ഉള്ളതെങ്കിൽ അത് സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അരിവാൾ പോലെയൊക്കെ ഉള്ളത്, സാധാരണ റൗണ്ടിന് പകരം ഒരു അരിവാളിന്റെ പോലത്തെ ഒരു ഭാഗം ഞെക്കിങ്ങിട്ടൊക്കെ. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ അയൺ എന്ന് പറയുന്ന കണ്ടന്റ് വേണം. പല സമയത്തും ശരീരത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമായിട്ട് പല സമയത്ത് പ്രവർത്തിക്കുന്നത്
ഈ പറയുന്ന അയൺ ആണ്. അയണിന്റെ കുറവ് നമ്മുടെ ശരീരത്തെ വല്ലാതെ ബാധിക്കും. രക്തക്കുറവ് വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാ അസുഖങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് വരും. രക്തം എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ടാണ് നമ്മൾ പല സമയത്തും പറയാറുള്ളത്, അറ്റാക്ക് വരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയപേശികളുടെ ഏതെങ്കിലും ഭാഗത്തേക്ക് രക്തം എത്താതെ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ആ കോശങ്ങൾ അവിടെ നിലക്കുകയും ഹൃദയം അവിടെ സ്തംഭിക്കുകയും ചെയ്യും. അപ്പൊ കൃത്യമായി എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്തം ഒഴുകേണ്ട എല്ലാ സ്ഥലത്തേക്കും, അത് രക്തം ഒഴുകേണ്ടത് എന്താ വെച്ചാൽ പല്ലിന് ഇനാമലിലേക്ക് രക്തം ഒഴുകേണ്ട ആവശ്യമില്ല. അതൊരു ഹാർഡായിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അതുപോലെ മുടിയുടെ അറ്റത്തേക്ക്, മുടിയുടെ ചുവട്ടിലേക്ക് മാത്രം എത്തിയാൽ മതി. അവിടെ മാത്രമേ ജീവനുള്ളൂ, അതിന് മുകളിലോട്ട് ജീവനില്ല, അവിടെ എത്തേണ്ടതില്ല. അങ്ങനെ ചെറിയ ഒരു പാർട്ടിൽ മാത്രം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും എന്തെത്തുന്നുണ്ട്, നമ്മുടെ അസ്ഥിയുടെ ഉള്ളിൽ പോലും രക്തപ്രവാഹം നടക്കുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന രക്തത്തിന്റെ ഒഴുക്ക് ആവശ്യമായ എല്ലാ സ്ഥലങ്ങളിലേക്കും കൃത്യമായി രക്തം ഒഴുകിയെത്തണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിനറലാണെന്ത്? അയൺ എന്ന് പറയുന്ന കണ്ടന്റ്. മറ്റൊന്നാണ് കോപ്പർ. കോപ്പറിന്റെ അളവ് ചെമ്പ് എന്ന് പറയുമല്ലോ നമ്മൾ. കോപ്പറൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് വളരെ കുറവാണ്. കാരണം മനുഷ്യ ശരീരത്തിന് വളരെ മൈന്യൂട്ടായിട്ട് ചെറിയ ഒരളവിൽ മാത്രം ആവശ്യമായിട്ടുള്ള ഒരു പോഷകമാണ് കോപ്പർ. എങ്കിലും അത് അത്യാവശ്യമാണ് താനും. അത് നമ്മുടെ സാധാരണഗതിക്ക് ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ടതിന്റെ അളവിനെ പറ്റി പറയുകയാണെങ്കിൽ 0.9 മില്ലിഗ്രാം ആണ്. അപ്പൊ തന്നെ അറിയാം അതിന്റെ ആവശ്യം. ഒരു മനുഷ്യന്റെ ശരീരത്തിന് ടോട്ടൽ വേണ്ടത് 0.9, 1 ഗ്രാം ഇല്ല, 1 മില്ലിഗ്രാം. ഗ്രാം അല്ല പറയുന്നത്, 1 മില്ലിഗ്രാം ഇല്ല. 1000 മില്ലിഗ്രാം ആണ് 1 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോ 1 മില്ലിഗ്രാമും വേണ്ട, വളരെ ചെറിയൊരളവിൽ 0.9 മില്ലിഗ്രാം മാത്രം മതി ഒരു മനുഷ്യന്റെ ശരീരത്തിന്. പക്ഷെ അത് നമുക്കറിയാം ചില സ്ഥലത്തൊക്കെ ഒരു ചെറിയ ഒരു കണ്ടന്റിന്റെ, ചെറിയൊരു സെമി കണ്ടക്ടറിന്റെ ഒക്കെ, നമ്മൾ ചിലപ്പോൾ റേഡിയോ TV എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കൃത്യമായിട്ട് വൈദ്യുതി പ്രവഹിക്കണമെന്നില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, തീരെ നിവൃത്തിയില്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട സാധനം. അതേപോലെ, പക്ഷെ അത് അത്യാവശ്യമാണ് താനും. അതേപോലെ നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള വളരെ ചെറിയൊരു സെമി കണ്ടക്ടറാണ് കോപ്പർ എന്ന് പറയുന്നത്. ആ കോപ്പർ ഇത് നമ്മളെ ശരീരത്തിൽ എവിടേക്കാണ് സൂക്ഷിച്ചു വെക്കുന്നത് വെച്ചാൽ നമ്മളെ പേശികളിൽ, ശരീരത്തിന്റെ എവിടെ പേശികളുണ്ടോ അവിടെയൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള സമയത്തേ എടുക്കുള്ളൂ. തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിലേ എടുക്കുള്ളൂ. കരളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ അത്യാവശ്യം വേണമെങ്കിൽ എടുക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ഈ പറയുന്ന കോപ്പർ എന്ന് പറയുന്നത്. ഇതിനകത്തും കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകത്തിന്റെ അളവിനനുസരിച്ചുള്ള കോപ്പർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സാധാരണ എല്ലാ ഭക്ഷണത്തിലും നമുക്ക് കോപ്പർ കിട്ടാറില്ല. മറ്റൊന്നുള്ളത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിന്റെ പ്രത്യേകത, ഇത് പേശികളുടെയും സന്ധികളുടെയും ഒക്കെ പ്രവർത്തനം, നമുക്ക് പേശികളുടെ പ്രവർത്തനം ആണ്. നമുക്ക് കൈയും കാലും ഒക്കെ നീരണമെങ്കിലും മടങ്ങണമെങ്കിലും ഒക്കെ, നിവരണമെങ്കിലും മടങ്ങണമെങ്കിലും ഒക്കെ, കണ്ണുകൾ ചുമ്മി തുറക്കാൻ പേശികളുടെ ബലം ആവശ്യമാണ്. നമ്മൾ സംസാരിക്കണമെങ്കിൽ, ചുണ്ടനങ്ങണമെങ്കിൽ പേശികളുടെ ബലം ആവശ്യമാണ്. അങ്ങനെ എല്ലാ തരത്തിലും പേശി ബലം വർദ്ധിപ്പിക്കാൻ, പേശികളുടെ പ്രവർത്തനത്തെ നന്നായി സഹായിക്കാൻ മഗ്നീഷ്യം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ മഗ്നീഷ്യവും ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ എന്ത് സഹായിക്കും? നമ്മുടെ ഈ പറയുന്ന മഗ്നീഷ്യം എന്ന് പറയുന്ന കണ്ടന്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതും എന്തിലുണ്ട്? നമ്മുടെ സ്പൈറുലിന ഗോൾഡ് എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ ഫുഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള മറ്റൊരു മിനറലാണ് പൊട്ടാസ്യം. നമ്മൾ പല സമയത്തും കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് പൊട്ടാസ്യത്തെ പറ്റി നമ്മൾ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളൊക്കെ മരണത്തോട് മല്ലടിക്കുന്ന ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതൊക്കെ പൊട്ടാസ്യത്തിന്റെ പൊട്ടാസ്യം കുറവുണ്ട്, അല്ലെങ്കിൽ സോഡിയം കുറവുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പൊട്ടാസ്യവും സോഡിയവും നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട, സോഡിയം കുറവുള്ളതിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത് കേൾക്കുക, പൊട്ടാസ്യം കുറയുന്നതും ചില ആൾ പറയുന്നത് കേൾക്കാം. അപ്പൊ പൊട്ടാസ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് സാധിക്കും. എന്താണ് പൊട്ടാസ്യത്തിന്റെ പ്രത്യേകത? ഇത് ഒരു തരം ഇലക്ട്രോലൈറ്റുകളായി പ്രവർത്തിക്കും. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ ശരീരത്തിലേക്കുള്ള സംവേദനത്തെ, അല്ലെങ്കിൽ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനത്തെ കൃത്യമായി തലച്ചോറിലേക്ക് അറിയിക്കാൻ പറ്റുന്ന പാർട്ടിനാണ് എന്തു പറയാ, ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയാ. വൈദ്യുതി പ്രവാഹം പോലെ കാണാൻ കഴിയാത്തത്, എങ്കിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്.
ആ ഇലക്ട്രോലൈറ്റുകളായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് പൊട്ടാസ്യം എന്ന് പറയുന്ന ഒരു ധാതു. ആ ധാതു എന്ന് പറയുന്ന സമയത്ത് അറിയാം, ധാതുക്കൾ എന്ന് പറഞ്ഞാൽ മിനറൽസ്, മലയാളത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ കിഡ്നി, ലിവർ പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ, കണ്ണ് പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനത്തെ നന്നായി നിയന്ത്രിക്കുന്ന ഒരു പാർട്ട് കൂടെയാണ് പൊട്ടാസ്യം. അപ്പൊ പൊട്ടാസ്യം എൻറിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ സ്പൈറുലിന ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോ പൊട്ടാസ്യം നമുക്ക് ആവശ്യത്തിന് കിട്ടുന്ന ഒരു ഭക്ഷണമാണെന്ത്, സ്പൈറുലിന ഗോൾഡ്. ഇനി അതിനകത്ത് ഫൈക്കോസയാനിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നമ്മൾ പല സമയത്തും ചില ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് നമ്മളെ പ്രൊഡക്ഷൻ ട്രെയിനർ അഞ്ജിതമ്മയുടെ ഒക്കെ പറയുന്ന സമയത്ത് പറയും, ഇത് ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, ഒരു നീല നിറത്തിലുള്ള പിഗ്മെന്റ് ഇതിനകത്തുണ്ട്, ഇത് നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, അതേപോലെ തന്നെ നല്ല ആന്റി അലർജിക് ആണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തെ, കോശജ്വലനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം കൂടെയാണ് എന്ത് പറയുന്നത്, ഈ ബ്ലൂ പിഗ്മെന്റ് അല്ലെ ബ്ലൂ പ്രോട്ടീൻ. ഒരു നീല നിറത്തിലുള്ള ഒരു പ്രോട്ടീനാണ് ഈ പറയുന്ന ഘടകം. അപ്പൊ ശരീരത്തിൽ വേണ്ടുന്ന പ്രോട്ടീനിന്റെ കൂട്ടത്തിൽ പിന്നെ സാധാരണഗതിക്ക് നമ്മളെ പച്ച ആണ്, ഹരിതകത്തിന്റെ കളറൊക്കെ പറയാ പച്ച, പക്ഷെ ഇതിനകത്ത് നീല കലർന്ന ഒരു പച്ച നിറമാണ്. അപ്പൊ അത് ഇതിനകത്ത് ബ്ലൂ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഒരു പിഗ്മെന്റ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി ഇതിനടങ്ങിയിട്ടുള്ള മറ്റൊരു ഘടകമാണ് GLA എന്ന് പറയുന്ന ഘടകം. ഗാമ ലിനോലെനിക് ആസിഡ് എന്നാണ് GLAയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇത് omega-6 ഫാറ്റി ആസിഡ് ആണ്. ഇത് എവിടുന്ന് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. omega-6 ഫാറ്റി ആസിഡ് നമുക്കൊക്കെ നേരത്തെ കിട്ടിയത് വളരെ ചെറിയ പ്രായത്തിൽ, നമ്മളൊക്കെ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ് കിട്ടിയത്. ഇത് ചർമ്മരോഗങ്ങൾ തടയാൻ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സന്ധി വേദനകൾ ഇല്ലാതിരിക്കാൻ ഇത് ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഹോർമോണൽ ബാലൻസിനെ നിലനിർത്താൻ ഇത് ബെസ്റ്റാണ്. അപ്പോ ഇത് നേരത്തെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പൊ കിട്ടുന്നില്ല. ആ കിട്ടുന്ന ഒരു പദാർത്ഥമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന omega-6 ഫാറ്റി നമുക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫുഡ് കൂടെയാണെന്നത് നമ്മുടെ ഈ പറയുന്ന സ്പൈറുലിന ഗോൾഡ് എന്ന് പറയുന്ന ഘടകം. അപ്പോ നമ്മുടെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്, നമുക്ക് ഈ ഡയബറ്റിക് പേഷ്യൻ്റായ ആളുകൾക്ക് അവരെ സംബന്ധിച്ച് നമ്മൾ പല സമയത്ത് കേട്ടിട്ടുണ്ട് സൈലന്റ് അറ്റാക്ക്. അവരറിഞ്ഞില്ല, അറ്റാക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വരുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാവും, വിയർപ്പുണ്ടാവും, പൊട്ടി വിയർക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പല സമയത്തും നന്നായി ഷുഗറുള്ള ആളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു സംഭവം നടന്നതേ അറിയില്ല. കാരണം അവിടെയുള്ള നാഡികളുടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ നാഡികളുടെ സംവേദനക്ഷമത കുറഞ്ഞു പോകുന്നു, നശിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ വേദന അറിയാതെ അറ്റാക്കിലേക്ക് പോകുന്നത്. ആ നാഡികളുടെ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ്, ഒരു ഫാറ്റി ആസിഡാണ് omega-6 ഫാറ്റി ആസിഡാണ്. omega-3 എന്ന് എപ്പോഴും പറഞ്ഞ് ശീലമായിപ്പോയി, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കേണ്ട. omega-6 ഫാറ്റി ആസിഡ്, നമ്മൾ സാധാരണ omega-3 ഫാറ്റി ആസിഡിനെ പറ്റി കൂടുതൽ സംസാരിക്കാറുള്ളത്, അല്ലെങ്കിൽ അതാണ് നല്ല പോഷകമായിട്ട് മത്സ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതിനെ പറ്റി പറയാറുള്ളത്. അപ്പോൾ അത് മാത്രം പറഞ്ഞ് ഇതങ്ങ് വിട്ടുപോകുന്നതാ. ഇത് പണ്ട് ഒരു പ്രാവശ്യമല്ലേ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലല്ലേ കിട്ടിയിട്ടുള്ളൂ. omega-6 ഫാറ്റി ആസിഡ് ഇത് നമ്മളെ നാഡീകോശങ്ങളുടെ പ്രവർത്തനത്തിന് ഏറ്റവും ബെസ്റ്റാണ്, സംവേദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന omega-6 ഫാറ്റി ആസിഡുകൾ എൻറിച്ച് ആയിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു ഫുഡാണ് മുലപ്പാല്. അമ്മയുടെ മുലപ്പാല് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാം പറയുന്നത്, മനുഷ്യ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മുലപ്പാലിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് omega-6 ഫാറ്റി ആസിഡ്. അത് നമുക്ക് ഇനിയും തുടർന്ന് അങ്ങോട്ട് കിട്ടണമെങ്കിൽ അത് സ്പൈറുലിന ഗോൾഡിൽ മാത്രമേ ഉള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അപ്പോ അത് നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഒരു ഗുണം. എന്നാൽ ഞാൻ പറഞ്ഞു, ലോകത്തെ എല്ലാ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളിലും കംപ്ലീറ്റ് പരിപൂർണത ഉണ്ടാകാറില്ല. ആ പരിപൂർണത ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന വൈറ്റമിൻസിനും മിനറൽസിനും ഇനിയും ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനം എന്താ, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ, ഏറ്റവും നന്നായി പ്രതിരോധ ശേഷി നമുക്ക് കൈവരിക്കാൻ കഴിയണമെങ്കിൽ വൈറ്റമിൻ സി അനിവാര്യമാണ്. അപ്പൊ വൈറ്റമിൻ സിയുടെ അഭാവത്തെ ചെറുക്കാൻ വേണ്ടിയാണ്
അല്ലെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് കാർഡിയോ വാസ്കുലർ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ അത്യാവശ്യമാണ്. അത് നല്ല ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ടാണ് പ്രതിരോധ ശേഷിക്ക് വേണ്ടി നമ്മൾ എന്ത് പറയുന്ന സമയത്തും വൈറ്റമിൻ സി, നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വൈറ്റമിൻ സിയുടെ. അപ്പോ ഈ വൈറ്റമിൻ സി എവിടുന്ന് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രസ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളിലും കിട്ടും. അപ്പൊ സിട്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുളിപ്പുള്ളത്. അപ്പൊ സിട്രസ് എന്ന് പറയുന്ന ആ പുളിപ്പുള്ള ഈ ഭക്ഷണത്തിൽ സിട്രസ് ബയോഫ്ലവനോയിഡുകൾ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ്, സിട്രസ് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓറഞ്ചിൽ അടങ്ങിയിട്ടുണ്ട്, ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്, മുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ സിട്രസ് ബയോഫ്ലവനോയിഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് മാത്രം എടുക്കുന്നതല്ല. ഇങ്ങനെയുള്ള കുറെ പഴങ്ങളുടെ ഒക്കെ സത്തിൽ നിന്ന് എടുക്കുന്ന ഒരു പാർട്ടാണ് സിട്രസ് ബയോഫ്ലവനോയിഡ്. അതിനെ നമ്മളൊന്ന് സംസ്കരിച്ച് ഗ്രാന്യൂൾ രൂപത്തിലാക്കി, അതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്പൈറുല ഗോൾഡ് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു മഞ്ഞ തരി കാണും, ഇല്ലേ? കാണാറുണ്ടല്ലോ. ആ മഞ്ഞ തരി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ പറയുന്ന സിട്രസ് കണ്ടന്റുകളാണ്. അപ്പോ അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇത് കഴിച്ചാലുള്ള ഗുണം എന്താ? ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം നല്ല കൃത്യമായി അടങ്ങിയിട്ടുള്ള, ശരീരത്തിന് വേണ്ടുന്ന ഏറ്റവും നല്ല പോഷകം, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം. അപ്പോ ഇത് നമ്മളെ ശരീരത്തിൽ ചെന്നാൽ എന്താ ഗുണം? നല്ല പ്രോട്ടീൻ എത്തുകയും ആ പ്രോട്ടീനെ ശരീരത്തിൽ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഊർജവും അതിൽ കിട്ടും, നല്ല എനർജി നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നന്നായി എനർജി ഫീൽ ചെയ്യാനും എനർജി അല്ലെങ്കിൽ ഊർജം ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ ശരീരത്തിന് വേണ്ടുന്ന ശരീരത്തിന്റെ ഫങ്ഷൻസ് ഒക്കെ നന്നായി നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ആയുർവേദിക് പ്രൊഡക്റ്റ് ആയിട്ടല്ല പറയുന്നത്. അങ്ങനെ ഇതിനകത്ത് ആയുർവേദം എന്ന് പറയാനില്ല. ആയുർവേദം എന്ന് പറയുന്ന സമയത്ത് പ്രകൃതിയിലുള്ള ഒരുപാട് ഔഷധ മൂല്യമുള്ള ചെടികളുടെയും പഴങ്ങളുടെയും വേരുകളും ഒക്കെ ചേർത്ത് അതിന്റെ ഒരു കോമ്പിനേഷൻ ആക്കി ഏതാണോ കുറവുള്ളത് ആ കുറവിനെ പരിഹരിച്ച് എല്ലാ കുറവുകളെയും പരിഹരിക്കാൻ തക്ക പാകത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിനെ ഫോക്കസ് ചെയ്ത് പ്രകൃതിയിലുള്ള ചേരുവകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ ചേർന്നാൽ മാത്രമേ ആയുർവേദത്തിലേക്ക് പോവുള്ളൂ. ജീവന്റെ നല്ല നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ജീവന്റെ നല്ല നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളിൽ ആയുർവേദ സംഹിതകളിലൊന്നും നമ്മുടെ ഈ സ്പൈറലിനെ കാണാനുണ്ടാവില്ല. എങ്കിലും ഇന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുള്ള ഏറ്റവും നല്ല സൂപ്പർ ഫുഡ്, കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം, സ്പേസിലൊക്കെ പോകുന്ന ആളുകൾ, അതേപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റി ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ബോർഡറിൽ നമ്മളെ ജവാന്മാരായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സൈന്യത്തിന് ഒക്കെ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എല്ലാ ആളുകൾക്കും അവരുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ നന്നായി നിലനിർത്താൻ ഈ പറയുന്ന സ്പൈറുല ഗോൾഡ് സഹായിക്കും. അപ്പോ ഈ സ്പൈറുല ഗോൾഡ് നമുക്ക് കഴിക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമുക്കും ഇന്ന് നമ്മൾ ബോർഡറിലല്ല സ്പേസിലുമല്ല, നമ്മൾ നാട്ടിൽ തന്നെയാണ്, എങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറയുന്ന ഒരു പോഷകങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായി ഭക്ഷണം കഴിക്കും, വയറ് നിറയും, ചിലപ്പോ സ്റ്റാർച്ച് ഇഷ്ടം പോലുള്ളതുകൊണ്ട് നല്ല തടി ഉണ്ടാകും. പക്ഷെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള പോഷകങ്ങൾ, അതിനുള്ള കണ്ടന്റുകൾ ശരീരത്തിൽ ഉണ്ടോ എന്ന് വെച്ച സമയത്ത് ചോദിക്കുന്ന സമയത്ത് പല സമയത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയെങ്കിൽ അതൊക്കെ നമുക്ക് സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന, സ്ഥിരമായി ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് എന്ത്, ഈ പറയുന്ന സ്പൈറുല ഗോൾഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. തീർച്ചയായും ഈ സ്പൈറുല ഗോൾഡ് എല്ലാ ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഡെയിലി യൂസ് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ട, എല്ലാ ആളുകളും സ്ഥിരമായി ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകളെ പറ്റിയാണ് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഇനി സംസാരിക്കാനുണ്ട്. അപ്പോ നമ്മൾ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് എല്ലാം ഡെയിലി യൂസിനുള്ളതാണ്. അപ്പോ ഡെയിലി എത്ര കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ആണെങ്കിൽ ഡെയിലി ഒന്ന് കഴിക്കുന്നത് നല്ലതാണ്. ഒരു 5 വയസ്സ് മുതൽ 15 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ഡെയിലി ഒരു ക്യാപ്സ്യൂൾ മതി. ഇനി മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി 2 ക്യാപ്സ്യൂൾ ഇത് നല്ലതാണ്. 4 കഴിക്കാം, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വേറെയും കുറെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണ്, അധ്വാനിക്കുന്ന ആളുകളാണ്, പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായി നമുക്ക് ഒരുപാട് ഭക്ഷണമൊക്കെ പല സ്ഥലത്തും നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, പുറത്തിറങ്ങിയാലും കഴിക്കുന്നുണ്ട്. ഭക്ഷണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ആർക്കില്ല. പക്ഷെ പോഷകങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ പോഷകങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ല ഒരു സൂപ്പർ ഫുഡായി സ്പൈറുല ഗോൾഡ് എല്ലാ ആളുകൾക്കും രാവിലെയും രാത്രിയും, അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഏത് സമയം, ഇതിന് സമയമൊന്നുമില്ല, ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ ഒന്നും പറയുന്നില്ല. ഇതൊരു ഭക്ഷണമാണ്. കാരണം ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ എന്ന് പറയണമെങ്കിൽ ഇതൊരു എന്താ പറയണം, ഒരു
എന്താ പറയാ ഔഷധ ഗുണമുള്ള ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് നല്ല പറയുന്നത്, പോഷക ഗുണമുള്ള ഒരു കണ്ടന്റ് എന്നാ പറയുന്നത്. ഔഷധ ഗുണം അല്ല പറയുന്നത്, പോഷക ഗുണമാണ്. അപ്പൊ ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസിനെയും സപ്ലൈ ചെയ്യുന്ന ഒരു ഫുഡ് എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാ ആളുകൾക്കും സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ സംസാരിച്ച സ്പൈറുലിന ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോ അത് സമയം ക്രമമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സമയം പാലിക്കുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായി ഒരേ സമയം പാലിക്കുന്നത് പൊതുവെ ശരീരത്തിന് ഗുണം ചെയ്യും. കാരണം ഭക്ഷണം ക്രമം തെറ്റി കഴിക്കുന്ന ആളുകൾക്കും ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാവും. എല്ലാം കൃത്യമായി നടക്കുന്നതാണെങ്കിൽ, നമ്മൾ ഉച്ചക്ക് 1 മണിക്കാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതെങ്കിൽ അത് എല്ലാ ദിവസവും 1 മണിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ദഹന പ്രവർത്തനത്തെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ ശരീരത്തിനും തലച്ചോറിനും ഒക്കെ കഴിയും. അപ്പോ നേരം തെറ്റി കഴിക്കുന്നതല്ല ശരി, എല്ലാം കൃത്യമായി കൊണ്ടുപോകുന്നതാണ് ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നല്ലത്. ഭക്ഷണമായാലും വിശ്രമമായാലും പ്രവർത്തനമായാലും ചിന്തകളായാലും ഓരോന്നും അതാത് സമയത്ത് കൃത്യമായി നടത്തുന്നതായിരിക്കും ഏറ്റവും നന്നാകുക. അപ്പോ സ്പൈറുലിന ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എല്ലാ ആളുകൾക്കും സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ആ അധ്യായം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്.